ഡിവൈൻ ട്രെയിൽസ് ഇന്ന് എത്തി നിൽക്കുന്നത് അതിപ്രശസ്തമായ ഉത്രാളിക്കാവ് ക്ഷേത്രത്തിലാണ്. തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിക്കടുത്ത് തലപ്പള്ളി താലൂക്കിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഷൊർണൂർ തീവണ്ടി യാത്രയിൽ നമ്മളിൽ പലരും ഈ ക്ഷേത്രം കണ്ടിട്ടുണ്ടാവും. ഒരിക്കലെങ്കിലും കയറി കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഒരു ആഗ്രഹയാത്രയാണ് ഇന്ന് ഡിവൈൻ ട്രെയിൽസിൻ്റെത്. പല നിറങ്ങളാണ് ഉത്രാളിക്കാവിന്. ചിലപ്പോഴത് കടും പച്ച നിറം, കതിരണിയുന്നതിന് മുൻപേയുള്ള നെൽച്ചെടികളുടെ യൗവനകാലം. പിന്നീട് കതിരണിഞ്ഞു കഴിഞ്ഞാൽ നല്ല മഞ്ഞ നിറമാവും. അപ്പോൾ മഞ്ഞ ചേല വിരിച്ചതുപോലെയാവും ഉത്രാളിക്കാവ്. പിന്നെ കതിര് വിളഞ്ഞാൽ സ്വർണ്ണ നിറമാവും. അസ്തമയ സമയത്ത് സ്വർണം ഉരുക്കി ഒഴിച്ചതുപോലെ ഉത്രാളിക്കാവും പരിസരവും തിളങ്ങും. പ്രകൃതി തന്നെ മായാജാലം തീർക്കുന്ന പ്രത്യേക ഒരു സൗന്ദര്യമുണ്ട് ഈ കാവിന്. മലകൾ കുട പിടിക്കുന്ന കാവാണ് ഉത്രാളിക്കാവ്. കിഴക്ക് മച്ചാട് മലയും പടിഞ്ഞാറ് അകമലയും തെക്ക് വടക്കായി റെയിൽപാളങ്ങളും നമുക്ക് കാണാം. ഈ റെയിൽപാളത്തിന് ഇരുപുറത്തുമായിട്ടാണ് നെൽപ്പാടങ്ങളുള്ളത്. നെൽപ്പാടങ്ങൾക്ക് മധ്യയാണ് നമ്മുടെ ഈ ഉത്രാളിക്കാവ് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ വന്ന സമയം നല്ല മഴ സമയമാണ്. അതുകൊണ്ട് തന്നെ കൃഷിക്ക് മുന്നേയുള്ള മുന്നൊരുക്കങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ആദിപരാശക്തിയുടെ ഉഗ്രരൂപിയായ രുദ്രമഹാകാളിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. വാൽക്കണ്ണാടി രൂപത്തിലുള്ള ശിലാവിഗ്രഹമാണ് ഇവിടെയുള്ളത്. മറ്റു ഉപപ്രതിഷ്ഠകൾ എന്ന് പറയുന്നത് ഭൂതഗണങ്ങളും നാഗപ്രതിഷ്ഠയുമാണ്. പൂതനും തിറയും ആണ്ടിയും ആണ്ടിക്കിടാവും ശങ്കരനായാടിയും ആടിത്തിമർക്കുന്ന ഈ പൂരപ്പറമ്പിൽ കുംഭമാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച കഴിഞ്ഞുള്ള ചൊവ്വാഴ്ചയാണ് പറപ്പുറപ്പാടോടെയുള്ള ഉത്സവാരംഭം. കുമരനെല്ലൂർ, വടക്കാഞ്ചേരി, എങ്കക്കാട് ഇങ്ങനെ 3 ദേശങ്ങളാണ് ഈ ഉത്സവത്തിന്റെ പ്രധാന നടത്തിപ്പുകാർ. ഓരോ ദേശത്തിനും 11 ആനയോടെ 33 ഗജവീരന്മാർ അണിനിരക്കുന്നതാണ് ഉത്രാളിക്കാവ് പൂരം. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇവിടുത്തെ വെടിക്കെട്ടാണ്. പാലക്കാട് നെന്മാറ വെടിക്കെട്ട് കഴിഞ്ഞാൽ മധ്യ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ വെടിക്കെട്ടാണ് ഉത്രാളിക്കാവിൻ്റെത്. ഞാൻ നേരത്തെ പറഞ്ഞു 3 ദേശങ്ങളാണ് ഉത്രാളിക്കാവ് പൂരത്തിൻ്റെ നടത്തിപ്പുകാരെന്ന്. കുമരനെല്ലൂർ, എങ്കക്കാട്, വടക്കാഞ്ചേരി ഇവരുടെ വകയായി ഉയരുന്ന പന്തലാണ് ഉത്രാളിക്കാവ് പൂരത്തിൻ്റെ മറ്റൊരു വലിയ പ്രത്യേകത. അതുപോലെ തന്നെ പൂരത്തിന് ഇവിടുത്തെ ആൾക്കാർ കാത്തിരിക്കുന്നതാണ് ഇവിടുത്തെ നടപ്പുര പഞ്ചവാദ്യം എന്നത്. അതുപോലെ തന്നെ കുതിരവേല, കാളവേല എന്നീ കലാരൂപങ്ങളും ഉണ്ടാവും പൂരത്തിന്. നമ്മോടൊപ്പം ഉള്ളത് ഉത്രാളിക്കാവ് ദേവസ്വം ഓഫീസർ ഹരികൃഷ്ണനാണ്. നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാം. ശരിക്കും മൂകാംബിക ദേവിയുടെ പ്രതിഷ്ഠ തന്നെയാണ് അല്ലേ ഇവിടെയുള്ളത്? തീർച്ചയായിട്ടും മൂകാംബിക ദേവി സങ്കല്പത്തിൽ തന്നെയാണ് ശരിക്കും ഈ ഉത്രാളിക്കാവ് ക്ഷേത്രം അറിയപ്പെടുന്നത്. അതിൽ ഇവിടെയുള്ള ഒരു കേളത്തച്ഛൻ, അദ്ദേഹത്തിന് മൂകാംബിക ദേവിയുടെ ദർശനം ഉണ്ടാവുകയും അത് പ്രകാരം കേളത്തച്ഛൻ്റെ കൂടെ മൂകാംബിക ദേവി അത് പ്രകാരം ഇവിടെ കുടിയിരുത്തി എന്നുള്ള സങ്കല്പത്തിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ക്ഷേത്രം വിദ്യ, കല ഇവയ്ക്കൊക്കെ വളരെ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ്. വിദ്യാരംഭം കുറിക്കാനും അതുപോലെ തന്നെ കലാപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ അത്തരത്തിലുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും നമുക്കുള്ളൊരു ഉപാസനാമൂർത്തി തന്നെയാണ് ഈ ഉത്രാളിക്കാവിലമ്മ. ഉത്രാളിക്കാവ് ഭഗവതി ശരിക്കും ഇവിടെ കേരളത്തിൽ അങ്ങോളം വളരെ പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രമാണ്. ഉത്രാളിക്കാവ് പൂരം കേൾക്കാത്ത ആൾക്കാർ കേരളീയർ വളരെ വിരളമായിരിക്കും. പക്ഷേ ഈ ഒരു ചരിത്രം അല്ലെങ്കിൽ ഈ ഒരു ഐതിഹ്യം കൂടെ ഇതിൻ്റെ പിന്നിൽ കെട്ടിമണഞ്ഞ് കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത്രയും പ്രകൃതി സൗന്ദര്യമുള്ള വേറൊരു അമ്പലം ഉണ്ടെന്ന് തോന്നില്ല അല്ലേ? തീർച്ചയായിട്ടും ഇവിടെ ചുറ്റും കണ്ടു നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ചുറ്റും മലകൾ, അതിൻ്റെ നടുവിൽ പാടം, ഈ പാടത്തിൻ്റെ നടുവിൽ ഒരു ക്ഷേത്രത്തിൻ്റെ പിന്നിലൊരു റെയിൽവേ ഒരു പാളം പോകുന്നു.
ഇതെല്ലാം പണ്ട് കാലത്ത് ഈ കാട് ഒരു സാധാരണ നിങ്ങൾ കാണുന്ന മലയിൽ ചില്ലറ കാര്യങ്ങളല്ല. അത്യാവശ്യം പുലി, ആന തുടങ്ങിയിട്ടുള്ള ജീവികൾ വരെയുള്ള ഒരു കാടാണത്. ആനകൾ ഇറങ്ങാറുമുണ്ട് ഇവിടെ ഈ പരിസര പ്രദേശങ്ങളിലൊക്കെ. നിങ്ങൾക്ക് ഇവിടെ പരിസരത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഇലക്ട്രിക് ലൈനുകൾ കാണാം ആനകൾ ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ വളരെയധികം പ്രകൃതി സുന്ദരം, പ്രകൃതി തന്നെ കനിഞ്ഞ് അരുളി ഉത്രാളിക്കാവ് എന്നുള്ള പേരിനോട് ചേർത്ത് വെക്കാൻ തന്നെയുള്ള ആ കാവ് തീർച്ചയായിട്ടും കാവ് തന്നെയാണ്. ക്ഷേത്രവും ഒരു ക്ഷേത്ര സങ്കല്പത്തിന് മാറിയിട്ട് പഴയ ഒരു കാവ് എന്നുള്ളൊരു സങ്കല്പത്തിൽ തന്നെ നമുക്ക് ഇതിനെ കാണണം. എനിക്ക് തോന്നുന്നത് ഇന്നിങ്ങനെ കാണുന്നുണ്ടെങ്കിൽ പണ്ട് ഈ ക്ഷേത്രവും പരിസരവും എങ്ങനെയായിരിക്കും അല്ലേ? ശരിക്കും കാട് നിറഞ്ഞൊരു സ്ഥലം തന്നെ ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് ഈ കാടിലുള്ള കാട്ടുവാസികളും അവരൊക്കെ ഉപാസിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അവരുടെയൊക്കെ ഒരു ആരാധനാമൂർത്തിയും ദൈവമൊക്കെ ആയിരുന്നിരിക്കണം ആ കാലത്ത് ഇവിടെ ഈ ദേവി എന്ന് പറയുന്നത്. പിന്നീട് കാലക്രമേണ നമ്മൾ ഈ ഭാരതീയ സങ്കല്പത്തിലേക്ക്, ആരാധനാക്രമത്തിലേക്ക് ഇതിനെ കൊണ്ടുവന്ന് ഈ ഒരു ഇപ്പം നമ്മൾ കാണുന്ന രീതിയിൽ നമ്മൾ ആക്കി വന്നതാണ്. ഇവിടെ പൂജ ചെയ്യുന്നത് പക്ഷേ പരദേശി പട്ടരാണ്. അങ്ങനെ ഒരു സങ്കല്പമുണ്ട്. പരദേശി പട്ടര് വേണം ഇവിടെ പൂജ ചെയ്യാൻ എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ഐതിഹ്യം. അതിമനോഹരമായൊരു ഐതിഹ്യ കഥയുണ്ട് ഉത്രാളിക്കാവിന്. പണ്ട് കൊച്ചി രാജ്യത്തെ നാടുവാഴിയായിരുന്നു കേളത്തച്ഛൻ. കേളത്തച്ഛൻ അതീവ മൂകാംബിക ഭക്തനായിരുന്നു. അന്ന് കാലത്ത് 2 മാസം എടുക്കും മൂകാംബിക പോയി തൊഴുതു വരാൻ. വാർദ്ധക്യത്തിൻ്റെ ആവശ്യതകൾ അലട്ടിയപ്പോൾ കേളത്തച്ഛൻ മൂകാംബിക അമ്മയോട് സങ്കടം പറഞ്ഞു. അങ്ങനെ ആ യാത്രയിൽ കേളത്തച്ഛൻ്റെ കുടപ്പുറത്തേറി മൂകാംബിക ദേവി വന്നു എന്നാണ് പറയുന്നത്. തിരിച്ചു വന്ന കേളത്തച്ഛൻ തറവാടിനടുത്ത് മുല്ലയ്ക്കല് തൻ്റെ കുട വെച്ചത്രേ. പക്ഷേ പിന്നീട് ആ കുട എടുക്കാൻ സാധിച്ചില്ല. പ്രശ്നം വെച്ച് നോക്കിയപ്പോഴാണ് മൂകാംബിക സാന്നിധ്യമുണ്ടെന്ന് മനസ്സിലായത്. ഇവിടെ ദേവീസങ്കല്പം വന്നതിന് പിന്നിലും ഒരു കഥയുണ്ട്. പണ്ട് ഉത്രാളി എന്നു പേരുള്ള ഒരു സ്ത്രീ പുല്ലരിയുന്ന സമയത്ത് തൻ്റെ അരിവാള് തൊട്ടടുത്ത പാറയിൽ ഉരസിയപ്പോൾ രക്തം പൊടിഞ്ഞത്രേ. അങ്ങനെയാണ് ദേവീ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്ന് മനസ്സിലായത്. ഉത്രാളിക്കാവ് പൂരത്തിൻ്റെ പറയെടുപ്പൊക്കെ ഈ ഐതിഹ്യവുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. ഇന്നും ആദ്യത്തെ പറയെടുപ്പ് കേളത്തച്ഛൻ്റെ തറവാട്ടിൽ നിന്ന് തന്നെയാണ്. ഇവിടുത്തെ പൂരം എന്ന് പറയുന്നത് 3 ദേശത്തിൻ്റെതാണല്ലോ അല്ലേ? എങ്കക്കാട്, കുമരനെല്ലൂർ, വടക്കാഞ്ചേരി. അതുപോലെ തിരുവാണിക്കാവിലെ അമ്മയും ഉത്രാളിക്കാവിലെ അമ്മയും സഹോദരിമാരാണെന്ന് കേട്ടിട്ടുണ്ട്. അത് നമുക്ക് പൂരം തന്നെ പറഞ്ഞു തുടങ്ങാം. അതായത് ഈ ഉത്രാളിക്കാവ് പൂരത്തിൻ്റെ പേരിലാണ് ഈ അമ്പലത്തിൻ്റെ പ്രശസ്തി വർദ്ധിച്ചത്. അതായത് ഒരു കാലത്ത് ഇവിടെ കേരളത്തിലെ ഏറ്റവും വലിയ വെടിക്കെട്ടും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആനകളും എന്നുള്ളിച്ചിട്ടുണ്ടാകുന്നൊരു പൂരമാണ് ഉത്രാളിക്കാവ് പൂരം. ശരിക്കും ഇത് പൂരമല്ല, അത് ശരിക്കും വേലയാണ്. പിന്നെ അത് കാലാന്തരത്തിൽ അത് മാറി പൂരമായതാണ്. ശരിക്കും കാവ് ഉള്ള സ്ഥലത്തൊക്കെ വേലകളാണ് സാധാരണ, വേലയ്ക്കാണ് വേല എന്നാണ് പറയുക. പിന്നീട് അത് പൂരമായി. പൂരം പ്രശസ്തി ആർജിച്ചത് 3 ദേശക്കാരുടെ പെരുമ കൊണ്ട് തന്നെയാണ്. 3 ദേശങ്ങളുടെയും പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ആളുകൾ പ്രധാനമായിട്ടും പല സ്ഥലങ്ങളിൽ ജോലിക്ക് പോയാലും പൂരത്തിൻ്റെ സമയത്താണ് ഇവിടേക്ക് വരിക. ഈ പൂരമാണ് അവരുടെ, ഓണാണെങ്കിലും വിഷു ആണെങ്കിലൊക്കെ ആഘോഷങ്ങളുണ്ടെങ്കിലും അവർക്ക് പൂരത്തിന് ഒത്തുചേരലാണ് അവരുടെ പ്രധാനം. പൂരത്തിന് വേണ്ടിയിട്ട് അവർ ആ മനസ്സ് കംപ്ലീറ്റ് ഇവിടെയായിരുന്നു അവരുടെ സമയത്ത്. അവിടെ നിന്നാണ് ഇപ്പോഴത്തെ പുതിയ തലമുറയിലേക്ക് ഈ പൂരം മാറിയത്. പുതിയ തലമുറയിലേക്ക് മാറിയപ്പോൾ അതിൻ്റെ മാറ്റങ്ങളും പൂരത്തിനുണ്ടായിട്ടുണ്ട്. അതായത് പന്തലാണ്, 2-3 ദേശത്തിൻ്റെയും പന്തലാണെങ്കിലും ആനയാണെങ്കിലും പഞ്ചവാദി ആണെങ്കിലും ഒക്കെ വ്യത്യാസങ്ങൾ വരുത്തിയത് ഈ പുതിയ തലമുറകളാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ഈ തിരുവാണിക്കാവും ഉത്രാളിക്കാവും തമ്മിലുള്ള ബന്ധം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചി അനിയത്തി എന്നാണ് നമ്മൾ സങ്കല്പം. അതായത് 2 പേരും, അതായത് അവിടെ നിന്നാണെങ്കിൽ പാലിശ്ശേരി തറവാട്ടുകാർ മൂകാംബിക പോയിട്ട് ആ സങ്കല്പത്തിന് ഇങ്ങനെ തിരിച്ച് അവിടുന്ന് ആ ദേവിയുടെ ആവാഹിച്ചു പോകണമെന്നാണ് പറയണത്. അതുപോലെ തന്നെയാണെങ്കിൽ ഉത്രാളിക്കാവാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേളത്ത് തറവാട്ടുകാർ ഇതുപോലെ മൂകാംബിക പോയി അവരോടൊപ്പം ഭഗവതി പോകുന്നു എന്നാണ് നമ്മുടെയൊക്കെ സങ്കല്പങ്ങളും നമ്മുടെയൊക്കെ വിശ്വാസങ്ങളും. ഇത് ശരിക്കും ഭഗവതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
നമ്മുടെ എന്താ പറയുക വെയിലും മഴയും കാറ്റും ഒക്കെ കൊണ്ട് ഒരു വനദുർഗ അല്ലെങ്കിൽ അങ്ങനെയാണ് ഇതിൻ്റെ പ്രതിഷ്ഠ ശരിക്കും. അതാണ് ഇപ്പോഴും ആ മരത്തിൻ്റെ മുകളിൽ കൂടെ വെള്ളം ഒലിച്ചിട്ടും അതുപോലെ വേനൽക്കാലം ഉണ്ടെങ്കിൽ ചൂട് അതുപോലെ തണുപ്പ് അങ്ങനെയൊക്കെ അനുഭവിച്ചിട്ട് ഒരു വനദുർഗയുടെ ഒരു പ്രതീതിയാണ് ഈ ദേവിക്കുള്ളത്. ഞാനിങ്ങനെ വായിച്ച് കേട്ടിട്ടുണ്ട് മൂത്താരുടെ കലശം എന്ന് പറഞ്ഞാൽ, അതിനെ കുറിച്ചിട്ട് ഒന്ന് പറയാമോ? ഈ മൂത്താര് എന്ന് ഉദ്ദേശിക്കുന്നത് അദ്ദേഹം ഒരു ഈ ഉത്രാളിക്കാവിലെ അമ്മയുടെ ഒരു ഭക്തനായിരുന്നു. ഭക്തൻ എന്ന് പറഞ്ഞാൽ പോലെ അതിൽ 100% എന്നുള്ളതിന് പകരം 200% ദേവിയുമായിട്ട് അത്രയും വിശ്വാസവും ഭക്തിയായിരുന്നു അദ്ദേഹം. അപ്പോൾ നമുക്ക് കേട്ടറിവുള്ള കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭക്തി മൂത്തിട്ട് അദ്ദേഹം രാത്രി കാലങ്ങളിൽ വരെ ഇവിടെ വന്നിട്ട് ഭജന ജപിക്കലും പ്രാർത്ഥിക്കലും കുളിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു. അപ്പോൾ അത് ഈ ദേവിക്ക് അത് വളരെ ബുദ്ധിമുട്ടായി തോന്നിയിട്ടാണ് അദ്ദേഹത്തിനെ നിഗ്രഹിച്ചു എന്നാണ് പറയുന്നത്. ശരി. അങ്ങനെ നിഗ്രഹിച്ചിട്ട് അദ്ദേഹത്തിനെ അവിടെ കൊണ്ടിരുത്തി. ആ പ്രതിഷ്ഠ ഇപ്പോഴും അവിടെ ഉണ്ട്. ഇപ്പോഴും ആ അവിടുന്ന് ഈ മൂത്താർക്ക് ഇങ്ങോട്ട് ദർശനം ഉണ്ട് എന്നാണ് പറയുന്നത്. ദേവിക്ക് ദർശനം അവിടുന്ന് ഉണ്ട് എന്നാണ് ഇപ്പോഴും സങ്കല്പം. അങ്ങനെ ഒരു ഗ്യാപ്പ്, ഒരു വഴിയൊക്കെ ഉണ്ട് ആ ഭാഗത്ത് തടസ്സങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല എന്നാണ്. പൂരത്തോടനുബന്ധിച്ചിട്ട് എന്തെങ്കിലും ചടങ്ങുകളൊക്കെ ഉണ്ടോ? പൂരത്തിനോടനുബന്ധിച്ച് പൂരം തുടങ്ങുന്നതിന് മുമ്പ് മൂത്താർക്ക് ഒരു കലശം കഴിക്കുക എന്നുള്ളൊരു ചടങ്ങുണ്ട്. അത് 2 ദേശക്കാർക്കുള്ളൂ, വടക്കാരി ദേശത്തിനില്ല. അവർ ആ ഒരു ചടങ്ങില്ല. എങ്ങക്കാടിനും കുമരനെല്ലൂരിനും മൂത്താരയുടെ കലശം കഴിച്ചതിന് ശേഷം, അതായത് മൂത്താരെ പ്രീണപ്പെടുത്തിയതിന് ശേഷമാണ് പൂരത്തിലേക്ക് ഈ 2 ദേശക്കാരും കടക്കുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ശക്തിയാണ് ഈ പൂരം നടത്താനുള്ള ഒരു ശക്തി ഈ ദേശക്കാർക്ക് കിട്ടുക. അപ്പോൾ ആ കലശത്തിന് നേതൃത്വം നൽകുന്നത് ഇപ്പോഴത്തെ കോമരം തന്നെയാണ്. യാത്രകൾ ഇങ്ങനെ പുതിയ സ്ഥലങ്ങൾ കാണാനുള്ള അവസരം മാത്രമല്ല, പുതിയ കഥകളും മുഖങ്ങളും പരിചയപ്പെടാനുള്ള വഴികൾ കൂടിയാണ്. ഉത്രാളിക്കാവ് യാത്രയും അങ്ങനെയൊരു യാത്രയായിരുന്നു. ഒരിക്കലും അവസാനിപ്പിക്കാൻ തോന്നാത്ത യാത്ര.